അസീം ടെക്നോളജീസ് ദോഹ ടൈംസിന്റെ 6ാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഖത്തറിലെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും പുറമെ ഖത്തറിന്റെ ലോക സംസ്കാര ജാലകം ഖത്താറയുടെ വിശേഷങ്ങൾ, ആരോഗ്യ കാര്യങ്ങളുമായി മെഡി ടോക്ക്, സാങ്കേതിക രംഗത്തെ ഏറ്റവും പുതിയ അറിവുകളുമായി ടെക് ടോക്ക് തുടങ്ങി വിനോദവും വിജ്ഞാനവും പകരുന്ന നിരവധി വിഭവങ്ങളാണ് അസീം ടെക്നോളജീസ് ദോഹ ടൈംസിൽ ഇന്ന് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യം പോയ വാരത്തിലെ ഖത്തർ വർത്തമാനങ്ങളും വിശേഷങ്ങളുമായി അസീം ടെക്നോളജീസ് ദോഹ ടൈംസ് എ വീക്ക് ഇൻ 5 minutes. ഖത്തറിലെ ഏറ്റവും പ്രധാന റോഡ് പദ്ധതിയായ സബാ അൽ അഹമ്മദ് ഇടനാഴിയുടെ ആദ്യഘട്ടം തുറന്നു. ഖത്തറിന്റെ തെക്കും വടക്കും ഭാഗങ്ങളെ ദോഹ നഗരം വഴി ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണിത്. വടക്ക് ലക്ബ ഇന്റർചേഞ്ച് മുതൽ തെക്ക് ബൂഹമൂർ പാലം വരെയുള്ള 13 കിലോമീറ്റർ ഭാഗമാണ് തുറന്നത്. 2021 ആദ്യഘട്ടത്തിൽ പദ്ധതി പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നുകൊടുക്കും. 7 പുതിയ പാലങ്ങളും തുറന്നിട്ടുണ്ട്. 32 പാലങ്ങളിൽ 21 എണ്ണമാണ് ഇതിനകം തുറന്നത്. 2 പാലം ലക്ബ ഇന്റർചേഞ്ചിലാണ്. അൽവാബ് ഇന്റർചേഞ്ചിൽ 3 പാലങ്ങളാണുള്ളത്. ഇതിൽ 2.6 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഏറ്റവും നീളം കൂടിയ പാലവും 1.2 കിലോമീറ്റർ ദൈർഘ്യമുള്ള കേബിളിൽ ഉറപ്പിച്ച പാലവും ഉൾപ്പെടുന്നു. അല്ലുക്തയെയും അൽഖറാഫയെയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന അല്ലുക്ത ടണലും തുറന്നു. പദ്ധതിയുടെ ആദ്യഘട്ടം തുറന്നതോടെ ഈ റൂട്ടിലുള്ള ഗതാഗത സമയം 50% കുറയും. മണിക്കൂറിൽ 8000 വാഹനങ്ങൾ ഇരുദിശയിലും സഞ്ചരിക്കാനാവും. ഖത്തറിലെ ഏറ്റവും വലിയ ഇന്റർസെക്ഷൻ, ഏറ്റവും ദൈർഘ്യമേറിയ പാലം, ഇരുദിശകളിലേക്കും ഏറ്റവും ആഴത്തിലും ദൈർഘ്യവുമേറിയ ടണൽ, കേബിളുകളാൽ താങ്ങി നിർത്തുന്ന ഖത്തറിലെ ആദ്യ പാലം എന്നിവയെല്ലാം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഫ്ഗാൻ സർക്കാർ പ്രതിനിധികളും താലിബാൻ പ്രതിനിധികളും പങ്കെടുക്കുന്ന അഫ്ഗാൻ സമാധാന ചർച്ചയ്ക്ക് ദോഹയിൽ തുടക്കമായി. ഖത്തർ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി, US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ എന്നിവർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു. അഫ്ഗാൻ സർക്കാരിനെ പ്രതിനിധീകരിച്ച് അബ്ദുള്ള, താലിബാനെ പ്രതിനിധീകരിച്ച് മുല്ല അബ്ദുൽ ഗനി എന്നിവരും സംബന്ധിച്ചു. ഇന്ത്യ, തുർക്കി, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള 14 രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും ഓൺലൈനിൽ ചർച്ചയുടെ ഭാഗമായി. ഫെബ്രുവരിയിൽ ദോഹയിൽ ഒപ്പിട്ട US താലിബാൻ കരാറിന്റെ തുടർച്ചയായി അഫ്ഗാൻ താലിബാൻ പ്രതിനിധികൾ തമ്മിൽ നേരിട്ട് നടക്കുന്ന ചർച്ച പതിറ്റാണ്ടുകളായി തുടരുന്ന അഫ്ഗാൻ സംഘർഷത്തിന് അറുതി വരുത്തുന്ന ചരിത്രപരമായ ചുവടുവയ്പാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്ഥിരമായ വെടിനിർത്തൽ, അഫ്ഗാൻ പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ജനാധിപത്യം പുനഃസ്ഥാപിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചയാവും. പുതിയ കാലത്തിനനുസരിച്ച് പരിഷ്കരിച്ച സ്റ്റൈലൻ യൂണിഫോമുമായി ഖത്തർ പോലീസ്. സെപ്റ്റംബർ 13 മുതൽ ഖത്തർ പോലീസിന്റെ പുതിയ ഡ്രസ് കോഡ് നിലവിൽ വന്നു. ഖത്തർ പോലീസ് യൂണിഫോം മാനുവൽ പ്രകാരം ആഘോഷങ്ങൾ, ഔദ്യോഗികം, ഡ്യൂട്ടി, ഫീൽഡ്, സ്പെഷ്യലൈസ്ഡ് ഫീൽഡ്, ട്രെയിനിംഗ്, സ്പെഷ്യൽ മിഷൻ എന്നിങ്ങനെ ഡ്രസ് കോഡ് 7 ആയി തിരിച്ചിട്ടുണ്ട്. വേനൽക്കാലത്തും തണുപ്പുകാലത്തും പ്രത്യേക യൂണിഫോമും ഉണ്ടാവും. പബ്ലിക് ട്രാൻസ്പോർട്ട് സെക്യൂരിറ്റി, എയർപോർട്ട് സെക്യൂരിറ്റി, ട്രാഫിക് പെട്രോൾ, സ്റ്റേഡിയം സെക്യൂരിറ്റി എന്നിവയ്ക്ക് പ്രത്യേക യൂണിഫോമുകൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. വനിതാ പോലീസ് ഓഫീസർമാർക്ക് വേറെ തന്നെ ഡ്രസ് കോഡ് ഉണ്ടാവും. തിരൂരിലെയും പരിസര പഞ്ചായത്തുകളിലുള്ളവരുടെയും കൂട്ടായ്മയായ ഖത്തർ തിരൂർ എക്സ്പാറ്റ്സ് അസോസിയേറ്റ്സ് മൂവ്മെന്റ് പുതിയ വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി N ഉമർ സാദിഖും ജനറൽ സെക്രട്ടറിയായി അബ്ദുറഹ്മാനും തെരഞ്ഞെടുക്കപ്പെട്ടു. ഷെരീഫ് ചിറക്കൽ, ഷബീബ ഷാജി എന്നിവർ വൈസ് പ്രസിഡന്റുമാരും, റിയാസ് പുല്ലത്ത്, നൌഫിറ ഹുസൈൻ എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരും, നൌഫൽ MP ട്രഷററുമാണ്. വേറിട്ട ഡിജിറ്റൽ മാസികയുമായി ദോഹയിലെ രാജഗിരി പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികൾ. ലോകം കോവിഡ് വെല്ലുവിളികളെ നേരിടുന്ന സാഹചര്യത്തിൽ പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതാണ് മാസികയിലെ ലേഖനങ്ങളും കഥകളും കവിതകളും. ഇന്ത്യയിലെ പ്രകൃതി വിഭവങ്ങൾ, നദികൾ, വന്യമൃഗ സങ്കേതങ്ങൾ, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ എന്നീ വിവരങ്ങളും വിജ്ഞാനത്തിനായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കഥകൾക്കും കവിതകൾക്കും ലേഖനങ്ങൾക്കും അനുയോജ്യമായ ചിത്രീകരണങ്ങൾ ആനിമേറ്റഡ് ആക്കിയാണ് മാസികയെ ജീവസുറ്റതും ആകർഷകവുമാക്കുന്നത്. 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയായ നയൻ തമ്പിയാണ് മാസികയുടെ എഡിറ്റർ. അതേ ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയായ റെയിലിനാണ് മുഖചിത്രം ആവിഷ്കരിച്ചത്.
മാസികയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഹൃദ്യമായ പശ്ചാത്തല പ്രകൃതി സംഗീതം വായനക്കാരന് നവീനമായ ഒരു വായനാനുഭവം പ്രദാനം ചെയ്യുന്നു. യശശരീരനായ സാഹിത്യകാരൻ CV ശ്രീരാമന്റെ സ്മരണാർത്ഥം സംസ്കൃതി സംഘടിപ്പിക്കുന്ന സംസ്കൃതി CV ശ്രീരാമ സാഹിത്യ പുരസ്കാരം 2020 രചനകൾ ക്ഷണിക്കുന്നു. ചെറുകഥാ വിഭാഗത്തിലാണ് മത്സരം. GCC രാജ്യങ്ങളിൽ താമസക്കാരായ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രവാസി മലയാളികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. മുൻപ് പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത മൌലിക രചനകളായിരിക്കും പുരസ്കാരത്തിന് പരിഗണിക്കുക. 50,000 രൂപയും പ്രശസ്തി ഫലകവുമാണ് പുരസ്കാരം. കേരളത്തിലെ പ്രശസ്ത സാഹിത്യകാരന്മാർ ഉൾക്കൊള്ളുന്ന ജൂറിയായിരിക്കും അവാർഡ് നിർണയിക്കുക. രചനകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 2020 ഒക്ടോബർ 10 കേരള ബിസിനസ് ഫോറം വെബിനാർ സംഘടിപ്പിച്ചു. വ്യത്യസ്ത മേഖലകളെ കുറിച്ച് അംഗങ്ങൾക്കു വേണ്ടി മാസം തോറും നടത്താറുള്ള പരിശീലന സെഷന്റെ ഭാഗമായി ബേസിക്സ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന വിഷയത്തിലാണ് വെബിനാർ സംഘടിപ്പിച്ചത്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഷാനവാസ് ബാവ വിഷയം അവതരിപ്പിച്ചു. കാരണം ഓരോ ഇൻഡസ്ട്രിക്കും ഇൻഡസ്ട്രിയുടേതായുള്ള പെർഫോമൻസ് പാരാമീറ്റേഴ്സ് ഉണ്ടാവും. ഇപ്പോ ഇന്ത്യയിൽ കാണുന്ന ഈ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കോവിഡിന്റെ സമയത്ത് ഏറ്റവും പെർഫോമൻസ് വന്നിരുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ ആയിരുന്നു. ഖത്തർ KMCC വക്ര ഏഷ്യൻ മെഡിക്കൽ സെന്ററുമായി സഹകരിച്ച് KMCC അംഗങ്ങൾക്ക് 380 റിയാലിന് കോവിഡ് PCR ടെസ്റ്റ് നടത്താനുള്ള പദ്ധതി ആരംഭിച്ചിരിക്കുന്നു. KMCC അംഗങ്ങൾക്കും കുടുംബങ്ങൾക്കും സംഘടനയുടെ ID കാർഡ് കൗണ്ടറിൽ കാണിച്ച് ഈ ആനുകൂല്യം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ടെസ്റ്റിനായി മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട നമ്പർ 44275666, 44157666, 50971666 എന്നിവയാണ്. കരിപ്പൂർ വിമാനാപകടം കഴിഞ്ഞ് 1 മാസം തികയുന്ന സെപ്റ്റംബർ 7 അപകടത്തിൽ മരണപ്പെട്ടവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളും പരിക്കേറ്റവരും പങ്കെടുത്ത ഓൺലൈൻ സംഗമം മലബാർ ഡെവലപ്മെന്റ് ഫോറം സംഘടിപ്പിച്ചു. വികാര തീവ്രമായ നിമിഷങ്ങൾ പെയ്തിറങ്ങിയ അനുഭവങ്ങളുടെ പങ്കുവെക്കലായിരുന്നു ഈ സംഗമം. ജീവിതത്തിലെ ഓരോ ദുരന്തങ്ങളും വരുംകാല ജീവിതത്തിലെ അനുഭവങ്ങൾ തീർക്കുന്നതിന് കാരണമാവാനും വീഴ്ചയിൽ നിന്ന് കരകയറി കരുത്തു പകരാനും മനുഷ്യർക്ക് സാധിക്കണമെന്ന് വെബിനാർ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ച പ്രശസ്ത മോട്ടിവേറ്ററും റൈസ് ഇന്റർനാഷണലിന്റെ ചെയർമാനുമായ MC റജിലൻ പറഞ്ഞു. MDF പ്രസിഡന്റ് SA അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. അഡ്വൈസറി ബോർഡ് ചെയർമാൻ UA നസീർ മുഖ്യപ്രഭാഷണം നടത്തി. പ്രശസ്ത കൌൺസിലിംഗ് വിദഗ്ധൻ KC രാജീവൻ സംസാരിച്ചു. ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറം മത്സ്യത്തൊഴിലാളികൾക്ക് ഓണസദ്യ വിതരണം ചെയ്തു. വക്ര ബീച്ച് ഏരിയയിലുള്ള 200 മത്സ്യത്തൊഴിലാളികൾക്കാണ് ഓണസദ്യ നൽകിയത്. കോവിഡുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറം ലൈഫ് ഇൻഷുറൻസ് പദ്ധതി പുനരാരംഭിച്ചു. ഇന്ത്യൻ എംബസിയുടെ കീഴിലാണ് ICBF പ്രവർത്തിക്കുന്നത്. പ്രവാസി ഇന്ത്യക്കാർക്കായി ദമാൻ ഇസ്ലാമിക് ഇൻഷുറൻസ് കമ്പനിയുമായി സഹകരിച്ചാണ് ICBF ഇൻഷുറൻസ് പദ്ധതി നടത്തുന്നത്. 125 റിയാലാണ് 2 വർഷത്തേക്കുള്ള പോളിസി തുക. പദ്ധതിയിൽ ചേരുന്ന പ്രവാസിയുടെ മരണം, പൂർണ്ണമായ ശാരീരിക വൈകല്യം എന്നിവയ്ക്ക് 1 ലക്ഷം റിയാലാണ് കുടുംബത്തിന് ലഭിക്കുക. ഭാഗികമായ അംഗവൈകല്യത്തിന് മെഡിക്കൽ ബോർഡ് നിശ്ചയിക്കുന്ന വൈകല്യ ശതമാനം അനുസരിച്ചും തുക നൽകും. ഖത്തർ IDയുള്ള 18 വയസ്സിനും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഏത് ഇന്ത്യക്കാരനും പദ്ധതിയിൽ ചേരാം. ഏത് രാജ്യത്ത് വെച്ചാണ് മരണമെങ്കിലും പോളിസി തുക ലഭിക്കും. അതത് രാജ്യത്തുള്ള അധികൃതരോ സ്ഥാപനങ്ങളോ നൽകുന്ന മരണ സർട്ടിഫിക്കറ്റാണ് ഇതിനായി ഹാജരാക്കേണ്ടത്. കഴിഞ്ഞ മാർച്ച് വരെ 5612 പേർ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുണ്ട്. 77867794 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ്. 2020 ജനുവരിയിലാണ് പദ്ധതി ആരംഭിച്ചത്. ഇതുവരെ 8 പേരുടെ കുടുംബങ്ങൾക്ക് ആനുകൂല്യം ലഭ്യമായിട്ടുണ്ടെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. കോവിഡ് ദുരന്തമുഖത്ത് സജീവമായി പ്രവർത്തിച്ച ICF സന്നദ്ധ പ്രവർത്തകരെ അനുമോദിക്കാൻ ഹാറ്റ്സ് ഓഫ് സമ്മേളനം സംഘടിപ്പിച്ചു. അനുമോദന സമ്മേളനം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത ഓൺലൈൻ സമ്മേളനത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അനുമോദന പ്രഭാഷണം നടത്തി. നോർക്ക റൂട്ട്സ് ഡയറക്ടർ CV റപ്പായി, ICC വൈസ് പ്രസിഡന്റ് വിനോദ് V നായർ, ICBF പ്രസിഡന്റ് PN ബാബുരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സാങ്കേതിക രംഗത്തെ പുതുപരീക്ഷണങ്ങളുടെ കാലം കൂടിയാണ് കോവിഡ് കാലം. വീടകങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ലോക്ക്ഡൌൺ ശ്വാസംമുട്ടലിൽ ആശ്വാസം പകരുന്നതും എന്നാൽ പോസിറ്റീവായി കാണാൻ സാധിക്കുന്നതുമായ ഓൺലൈൻ എഡ്യൂക്കേഷന് പ്രചുര പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഇക്കാലയളവിൽ
ഏത് പ്രായക്കാർക്കും ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ഉപയോഗപ്രദമായ ഉടമി ആപ്പിനെ കുറിച്ചാണ് ഇത്തവണത്തെ ടെക് ടോക്കിൽ പരിചയപ്പെടുത്തുന്നത്. അദീം ടെക്നോളജീസ് ദോഹ ടൈംസിന്റെ അടുത്ത സെഗ്മെന്റ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം കാണാം. Al Raza Photography presents Azim Technologies Doha Times, brought to you by Azim Technologies in association with Comfort Fire Systems, Comfort Elevators and Escalators, Al Mashrak Bakery, Comfort IT Solutions. Ideas and innovation that lead tech culture. Technology that changes business faster than ever before. Welcome to the new era of cloud technology revolution. Azim Technologies is a leading cloud solutions provider in GCC. We offer public, private and hybrid cloud solutions at an affordable price. Our cloud provides unmatched speed and performance to enrich your brand and business. Whether you are a startup or enterprise, Azim Technologies has the unique solutions to support your business. Azim Technologies. Think innovative. ഒന്നര ലക്ഷത്തിലധികം ഓൺലൈൻ കോഴ്സുകൾ. അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളവ പഠിച്ചെടുക്കാം. ഉഡമി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി. വിദ്യാർത്ഥികളെയും പ്രൊഫഷണലുകളെയും ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന അമേരിക്കൻ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് ഉഡമി ഇൻകോർപ്പറേഷൻ. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ്, ടർക്കിഷ്, പോർച്ചുഗീസ്, ജർമ്മൻ തുടങ്ങിയ ഭാഷകളിൽ ഈ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ഈ ലേണിംഗ് ഇൻഡസ്ട്രിയിൽ 10 വർഷം മുന്നേ ചുവടുറപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ അടുത്ത കാലത്താണ് ഏറെ പ്രചാരം നേടിയത്. കൊറോണ എന്ന മഹാമാരി വ്യാപകമായ സാഹചര്യം ഇതിന് പ്രോത്സാഹനമേകി എന്നും പറയാം. എറൈൻ ബാലി, ഗഗൻ ബിയാനി, ഒക്ടേ കാഗ്ലർ എന്നീ വ്യക്തികളാണ് ഇത്തരമൊരു ആപ്ലിക്കേഷൻ രൂപപ്പെടുത്തിയതിന് പിന്നിൽ. www.udemy.com എന്ന വെബ്സൈറ്റും നിലവിലുണ്ട്. 2020 ജനുവരിയിലെ കണക്കനുസരിച്ച് 35 ദശലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ഈ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. 400 ദശലക്ഷത്തിലധികം കോഴ്സുകൾ ഇതിൽ എൻറോൾ ചെയ്തിട്ടുമുണ്ട്. 180-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും ഈ ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്തുന്നു. നിലവിലുള്ള ജോബ് മെച്ചപ്പെടുത്താൻ ഉതകുന്ന കോഴ്സുകളാണ് കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കുന്നത്. സാങ്കേതിക സർട്ടിഫിക്കേഷനിൽ മികവ് പുലർത്തുന്ന കോഴ്സുകളാണ് ഭൂരിഭാഗവും. നിലവിൽ 1,30,000 കോഴ്സുകൾ ഉടമയിലുണ്ട്. ഇൻസ്ട്രക്ടർമാർക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ ഓൺലൈൻ കോഴ്സുകൾ നിർമ്മിക്കാനും ഉടമി അനുവദിക്കുന്നുണ്ട്. ഉടമയുടെ കോഴ്സ് ഡെവലപ്മെന്റ് ടൂളുകൾ ഉപയോഗിച്ച് ഇൻസ്ട്രക്ടർമാർക്ക് തന്നെ വീഡിയോ അപ്ലോഡ്, പവർ പോയിന്റ് പ്രസന്റേഷനുകൾ, PDF, ഓഡിയോ, സിപ്പ് ഫയലുകൾ, ലൈവ് ക്ലാസുകൾ എന്നിവയിലൂടെ കോഴ്സുകൾ രൂപപ്പെടുത്താം. ഇൻസ്ട്രക്ടർമാരുടെ താല്പര്യപ്രകാരം ഫ്രീ കോഴ്സുകളും പെയ്ഡ് കോഴ്സുകളും ഉടമയിലുണ്ട്. ബിസിനസ്, സംരംഭകത്വം, അക്കാദമിക്, കല, ആരോഗ്യം, ശാരീരികക്ഷമത, ഭാഷ, സംഗീതം, സാങ്കേതിക വിദ്യ, ക്രാഫ്റ്റ് എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി നിരവധി കോഴ്സുകൾ ഉടമി വാഗ്ദാനം ചെയ്യുന്നു. ബിസിനസ് സംരംഭങ്ങൾക്കായി ഉടമി ഫോർ ബിസിനസ്സുമുണ്ട്. വിവിധ ബിസിനസ്സുകൾക്കായി 7,000+ ട്രെയിനിംഗ് കോഴ്സുകളാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ മുതൽ ഓഫീസ് പ്രൊഡക്ടിവിറ്റി, മാനേജ്മെന്റ്, പ്രോഗ്രാമിംഗ് എന്നിവയും അതിലേറെയും വിഷയങ്ങൾ ഉടമി ഫോർ ബിസിനസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. കോർപ്പറേറ്റ് ട്രെയിനിങ്ങിനായി കസ്റ്റംസ് ലേണിംഗ് പോർട്ടലുകളും ഉടമി ലഭ്യമാക്കുന്നു. പരമ്പരാഗതമായ യൂണിവേഴ്സിറ്റി സമ്പ്രദായത്തിന് പുറത്ത് സാധ്യമാകുന്നതും ഇന്ന് വളർന്നു വരുന്നതുമായ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സിന്റെ ഭാഗമാണിന്ന് ഉടമി. Free your memories. Al Raza Photography. Comfort Fire Systems, ഫയർ അലാം ആൻഡ് ഫയർ ഫൈറ്റിംഗ് ഉപകരണങ്ങളുടെ വിതരണം, ഇൻസ്റ്റലേഷൻ, മെയിന്റനൻസ് രംഗത്ത് ഖത്തറിലെ അവസാന വാക്ക്.
conventional type fire detection and alarm system, analog addressable type fire detection and alarm system, fire sprinkler systems, fire hydrant systems, fire suppression systems തുടങ്ങി വിവിധ തരത്തിലുള്ള ഫയർ ഫൈറ്റിംഗ് ഉപകരണങ്ങൾ കംഫർട്ട് ഫയർ സിസ്റ്റംസിന്റെ വിദഗ്ധരായ ടെക്നിക്കൽ ടീം വിവിധ ബ്രാൻഡുകളിൽപ്പെട്ട ഫയർ അലാം, ഫയർ പ്രൊട്ടക്ഷൻ ബ്രാൻഡുകളുടെ ഇൻസ്റ്റലേഷനും മെയിന്റനൻസും കാര്യക്ഷമതയോടെ കൈകാര്യം ചെയ്യുന്നു. കോൺടാക്ട് 44519947. Our sister concerns Comfort Elevators and Escalators, Comfort IT Solutions. ആധുനികതയിലേക്ക് അതിവേഗം കുതിക്കുമ്പോഴും പൈതൃകവും സംസ്കാരവും കൈമോശം വരാതിരിക്കാൻ ജാഗ്രത പുലർത്തുന്നവരാണ് അറബികൾ. സംസ്കാരത്തിന്റെ കൊടുക്കൽ വാങ്ങലുകൾ ബോധ്യപ്പെടുത്തുന്ന ലോക സംസ്കാരങ്ങളിലേക്കുള്ള ജാലകമാണ് ഖത്തറിലെ സാംസ്കാരിക ഗ്രാമമായ ഖത്താറ. ഖത്താറയിലെ കാഴ്ചകളാണ് ഇന്നത്തെ ഹലോ ദോഹയിൽ. ലോകത്തെ സംസ്കാരങ്ങൾ മുഴുവൻ ഒരു ഗ്രാമത്തിന്റെ നാലതിരുകൾക്കുള്ളിലേക്ക് ആവാഹിക്കുക, അതാണ് ഖത്തറിലെ ഖത്താറ സാംസ്കാരിക ഗ്രാമത്തിന്റെ സങ്കല്പം. അലങ്കാര ചെടികളും മനുഷ്യനിർമ്മിത കുന്നിൻ മുകളിൽ പച്ച പുതച്ചു നിൽക്കുന്ന പുൽത്തകിടിയുമൊക്കെയാണ് ഖത്താറയിലേക്ക് കടക്കുമ്പോഴുള്ള ആദ്യ കാഴ്ച. അകത്തേക്ക് കടന്നാൽ സങ്കീർണമായ ഇടനാഴികളും കല്ലുപാകിയ നടപ്പാതകളുമൊക്കെയുള്ള മറ്റൊരു ലോകമായി. ദോഹയുടെ തീരത്ത് കടൽ നികത്തി നിർമ്മിച്ച ഈ സാംസ്കാരിക ഗ്രാമം 2010 തുറന്നതു മുതൽ ഖത്തറിന്റെ സർഗസൃഷ്ടികളുടെ തുടിപ്പായി മാറിയിട്ടുണ്ട്. ദോഹയെ ആഗോള സാംസ്കാരിക കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച ഖത്താറ ഗ്യാലറികളുടെയും തിയേറ്ററുകളുടെയും കച്ചേരി ഹാളുകളുടെയും സമന്വയമാണ്. വേനലെന്നോ വസന്തമെന്നോ വ്യത്യാസമില്ലാതെ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വിവിധ സാംസ്കാരിക പരിപാടികൾ ഈ ഗ്രാമത്തെ സജീവമാക്കുന്നു. ദോഹയിലെ അമ്പരചുംബികൾ നിലകൊള്ളുന്ന വെസ്റ്റ് ബേയുടെയും കൃത്രിമ ദ്വീപായ പേളിന്റെയും ഇടയിലായാണ് ഖത്താറയുടെ സ്ഥാനം. മണ്ണിന്റെ ഇളമഞ്ഞ നിറത്തിൽ കുളിച്ചു നിൽക്കുന്ന ഇവിടത്തെ ഓരോ കെട്ടിടത്തിനും അതിന്റേതായ ശില്പഭംഗിയുണ്ട്. പ്രാദേശികമായ പരമ്പരാഗത നിർമ്മാണ രീതികൾക്കൊപ്പം ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വാസ്തുശില്പവിദ്യയും നിർമ്മാണങ്ങളിൽ ഉൾച്ചേർത്തിരിക്കുന്നു. ഇടനാഴികൾ നിറഞ്ഞ സങ്കീർണമായ കെട്ടിട സമുച്ചയങ്ങൾ ഒരു വശത്ത് വിശാലമായ ഗ്രാനൈറ്റ് പാകിയ നടുമുറ്റത്തേക്കാണ് തുറക്കുന്നത്. മറുവശത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന കടൽ തീര ഉല്ലാസ കേന്ദ്രമാണ്. ഡസൻ കണക്കിന് ഗ്യാലറികളിലൂടെ കയറിയിറങ്ങിയാൽ പ്രാദേശികവും അന്തർദേശീയവുമായ കലാസൃഷ്ടികൾ ആസ്വദിക്കാം. പെയിന്റിങ്ങുകളും ഫോട്ടോഗ്രാഫുകളും ശില്പങ്ങളും നിറഞ്ഞ ഈ ഗ്യാലറികൾ ലോകത്തെ സാംസ്കാരിക വൈവിധ്യങ്ങളുടെ ചെറുപതിപ്പാണ്. പുറത്തേക്കിറങ്ങിയാൽ 1.5 കിലോമീറ്റർ നീളുന്ന കടൽ തീരത്ത് കുളിയും പെഡൽ ബോട്ടിങ്ങും ചെറുതോണിയിലുള്ള യാത്രയുമൊക്കെയായി കുടുംബസമേതം ആസ്വദിക്കാം. വർഷം തോറും നടക്കുന്ന യൂറോപ്യൻ ജാസ് ഫെസ്റ്റിവലും ചലച്ചിത്രമേളയും ഖത്താറയിലെ പ്രധാന ആകർഷണങ്ങളാണ്. നവംബറിൽ നടക്കുന്ന പരമ്പരാഗത പായ്ക്കപ്പൽ മേള ഖത്താറ തീരത്തെ ജനനിബിഡമാക്കുന്നു. ഫാൽക്കണുകളുടെ അന്താരാഷ്ട്ര പ്രദർശനവും 2 പെരുന്നാളുകളോടനുബന്ധിച്ച് നടക്കുന്ന വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളും ഖത്താറയെ സ്വദേശികളുടെയും വിദേശികളുടെയും ഇഷ്ടപ്പെട്ട വിനോദ കേന്ദ്രമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. സാംസ്കാരിക ഗ്രാമത്തിലെത്തുന്നവരുടെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് കടലിലേക്ക് മുഖം തിരിച്ചു നിൽക്കുന്ന ആംഫി തിയേറ്റർ.
3275 ചതുരശ്ര മീറ്ററിൽ തീർത്ത ഈ മാർബിൾ നിർമ്മിതിക്ക് 5000-ഓളം ആളുകളെ ഉൾക്കൊള്ളാനുള്ള വിശാലതയുണ്ട്. പുരാതന ഗ്രീസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ഈ തിയേറ്ററിലെ മരത്തൂണുകളും ചിത്രത്തുന്നലുകളുമുള്ള മേലാപ്പവും പരമ്പരാഗത അറബ് രീതികളെ കൂടി ഓർമ്മിപ്പിക്കും. ആംഫി തിയേറ്ററിൽ നിന്ന് ഏതാനും ചുവടുകൾ നടന്നാൽ ഓട്ടോമൻ മാതൃകയിൽ തീർത്ത ഗോൾഡൻ മസ്ജിദ് കാണാം. സ്വർണം പൂശിയ അതിന്റെ മിനാരങ്ങളുടെ മനോഹാരിതയിൽ ഖത്താറ സന്ദർശകരുടെ കണ്ണുടക്കാതിരിക്കില്ല. പ്രസിദ്ധ തുർക്കിഷ് വാസ്തുശില്പി സൈനബ് ഫാദിലോഗ്ലു രൂപകൽപ്പന ചെയ്ത ഖത്താറ മസ്ജിദ് മറ്റൊരു പ്രധാന ആകർഷണമാണ്. ഹരിത നീലത്തിലും മാന്തളിർ വർണ്ണത്തിലുമുള്ള കല്ലുകൾ പാകി മരത്തിന്റെ കൊത്തുപണികളുള്ള ഈ മസ്ജിദ് ഖത്താറയിലെ മനോഹര കലാസൃഷ്ടികളിൽ ഒന്ന് തന്നെയാണ്. ഖത്താറയിലെത്തുന്ന ഫോട്ടോഗ്രാഫർമാരുടെ ഇഷ്ടകേന്ദ്രമാണ് പീജിയൻ ടവറുകൾ. 15 മീറ്റർ ഉയരവും 4 മീറ്ററിലധികം വിസ്താരവുമുള്ള ഈ കൂറ്റൻ ടവറുകൾ ചുടുകട്ടയും കളിമണ്ണും കൊണ്ട് നിർമ്മിച്ചവയാണ്. നിശ്ചിത അകലത്തിൽ തുളകളിട്ട് പക്ഷികൾക്കിരിക്കാവുന്ന രൂപത്തിൽ നിറയെ മരക്കമ്പുകൾ കുത്തിയിറക്കിയിട്ടുള്ള ഇവ അറബ് നാടുകളിൽ പ്രാവുകളുടെ വാസകേന്ദ്രങ്ങളാണ്. ഖത്തറിലെ ഏക ഒപ്പേറ ഹൌസും ഖത്താറയിലാണ്. പരമ്പരാഗത ഇസ്ലാമിക ഡിസൈനിൽ ആധുനിക നിർമ്മാണ രീതികൾ വിളക്കിച്ചേർത്ത ആംഫി തിയേറ്ററിൽ 550 പേർക്കിരിക്കാനുള്ള സൗകര്യവുമുണ്ട്. ലൈബ്രറികളും ലെക്ചർ ഹാളുകളും പെയിന്റിംഗ് മുതൽ അറബിക് കാലിഗ്രാഫി വരെ വർക്ക്ഷോപ്പുകൾ നടക്കുന്ന മുറികളുമൊക്കെയായി കലയും സംസ്കാരവും ആഘോഷവുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഖത്താറയ്ക്ക് സാംസ്കാരിക ഗ്രാമം എന്ന പേര് എല്ലാം കൊണ്ടും ചേരും. Azim Technologies will help you to design and develop your website with customized email packages at affordable prices. Azim Technologies. Think innovative. Mama, breakfast! Juba, jarari jubaru, jarari juba, jarari jubaru. Mama, bye! Grandma, bye! നല്ല ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരുന്നു നല്ല ശീലങ്ങൾ. വാഫിയ ഡേയ്സ്, ദ ന്യൂ ബ്രേക്ക്ഫാസ്റ്റ് കൾച്ചർ. Free your memories. Al Rasa Photography. ദന്തക്ഷയങ്ങളുടെ കാരണങ്ങളും പ്രതിവിധികളും വിവരിക്കുന്ന മെഡിടോക്കാണ് ഇനി അസീം ടെക്നോളജീസ് ദോഹ ടൈംസിൽ. വക്ര മഷാഫിലുള്ള അലീവിയ മെഡിക്കൽ സെന്ററിലെ ഡെന്റിസ്റ്റ് ഡോക്ടർ നജിലയാണ് ഇന്നത്തെ മെഡിടോക്കിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ഹായ്, ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ടൂത്ത് ഡീക്കേ അഥവാ ദന്തക്ഷയത്തെ കുറിച്ചാണ്. നമ്മുടെ പല്ലിൽ കാണപ്പെടുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഹോൾസിനെയാണ് ദന്തക്ഷയം എന്ന് പറയുന്നത്. ഇത് ഉണ്ടാകാനുള്ള മെയിൻ റീസൺസ് എന്തൊക്കെയാണ്? മെയിൻ ആയിട്ട് നമ്മുടെ വായിൽ കോമൺലി ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇതൊക്കെ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഷുഗർ കണ്ടന്റുള്ള ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞ് കൃത്യമായ രീതിയിൽ ക്ലീനിങ് നടന്നിട്ടില്ലെങ്കിൽ ഇതിലുള്ള സം ബാക്ടീരിയാസ് ഈ ഷുഗേഴ്സിനെ ആസിഡിലേക്ക് ടേൺ ചെയ്യുകയും നമ്മുടെ പല്ലിൽ ഇനാമൽ സർഫസിൽ ഇത് ഡിസോൾവ് ചെയ്ത് ടൂത്ത് ഡീക്കേ ഉണ്ടാക്കുന്നു. വേറൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇംപ്രോപ്പർ ആയിട്ടുള്ള ബ്രഷിംഗ് ആൻഡ് ഫ്ലോസിംഗ്. പിന്നെ നമ്മുടെ പല്ലിൽ സാധാരണയായിട്ട് കാണുന്ന യെല്ലോ കളറിലുള്ള സ്റ്റിക്കി മെറ്റീരിയൽസ് നീക്കം ചെയ്യാതെ അവിടെ സ്ഥിതി ചെയ്യുന്നതിലൂടെ അവിടെ ആസിഡ് പ്രൊഡക്ഷൻ സംഭവിച്ച് ടൂത്ത് ഡീക്കേ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ ഡ്രൈ മൗത്തുള്ള ആൾക്കാരിൽ ടൂത്ത് ഡീക്കേ അഥവാ ദന്തക്ഷയം കോമൺ ആയിട്ട് കാണപ്പെടാറുണ്ട്. കാരണം നമ്മുടെ സലൈവ ടൂത്തിൽ നിന്നും പ്ലാഗ്സ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ്സിനെ വാഷ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ദന്തക്ഷയം ബാധിച്ചവരിൽ കാണുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്? അപ്പൊ അത് മെയിൻ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത് പല്ല് വേദനയാണ്. അതുപോലെ പിന്നെ സെൻസിറ്റിവിറ്റി അഥവാ പല്ലിലുണ്ടാകുന്ന പുളിപ്പ്, പിന്നെ ഫുഡ് ലോഡ്ജ്മെന്റ്, പല്ലിലെ ഫുഡ് കുടുങ്ങുന്ന പ്രോബ്ലംസ്, പിന്നെ കോമൺ ആയിട്ട് കാണുന്ന ഹോൾസുകൾ. പിന്നെ നമുക്ക് ഈ ദന്തക്ഷയത്തെ എങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്.
മെയിൻ ആയിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ബ്രഷിംഗ് ആൻഡ് ഫ്ലോസിങ്ങിലൂടെ നമുക്കിത് പരമാവധി പരിഹരിക്കാവുന്നതാണ്. ഡെയിലി ട്വൈസ് ബ്രഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ ഫ്ലോസിങ് ഡെയിലി വൺസ് ചെയ്യുക. പിന്നെ ഈവൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ത് ഫുഡാണ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കൃത്യമായ രീതിയിൽ റിൻസിങ് ചെയ്യുക. മെയിൻ ആയിട്ട് നമ്മൾ കോഫി അല്ലെങ്കിൽ ടീ കുടിച്ചതിന് ശേഷം റിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഫ്ലൂറൈഡ് കണ്ടന്റ് ഉള്ള ടൂത്ത് പേസ്റ്റുകൾ എപ്പോഴും ചൂസ് ചെയ്യുക. കാരണം ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് മിനറൽ ആയിട്ട്, അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു മിനറൽ ആണ്. അപ്പോൾ ഇത് നമ്മളുടെ പല്ലിന്റെ ഇനാമലിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ മീൻസ് ഈ ദന്തക്ഷയത്തെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം നമ്മളെപ്പോഴും കുട്ടികളിൽ ശ്രദ്ധിക്കേണ്ടത്, പല്ല് വരുന്നതിന് മുമ്പാണെങ്കിൽ കുട്ടികൾ ഈവൻ അതായത് എസ്പെഷ്യലി ഫീഡിങ്ങിന് ശേഷം അവരുടെ ഗംസ് വെറ്റ് കോട്ടൺ യൂസ് ചെയ്തിട്ട് തുടച്ചു കൊടുക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം അല്ലാത്ത പക്ഷം നമുക്ക് അവർക്ക് വരുന്ന പെർമനന്റിലേക്ക്, അതായത് ഈ ഷുഗേഴ്സ് അവിടെ മീൻസ് നിലനിൽക്കുന്നതിലൂടെ അവിടെ ആസിഡ് പ്രൊഡക്ഷൻ സംഭവിച്ചിട്ട് അവർക്ക് വരുന്ന പെർമനന്റ് ടൂത്തിലേക്ക് ഇത് എഫക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ഫീഡിങ്ങിന് ശേഷം തുടച്ചു കൊടുക്കുക. നമ്മൾ ക്ലീനിങ് അതായത് 6 മന്തിൽ ഒരു പ്രാവശ്യം ചെയ്യണമെന്നാണ് പറയാം. അതിന് കഴിയാത്തവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇയർലി വൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ 6 മന്തിൽ റെഗുലർ ആയിട്ടുള്ള ഒരു ചെക്കപ്പ് നടത്തുക. ഈ ദന്തക്ഷയം ബാധിച്ചവരിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ്? ഈ ഇനാമൽ അല്ലെങ്കിൽ ഡെന്റിനെ ബാധിച്ചിരിക്കുന്ന ദന്തക്ഷയമാണെങ്കിൽ പെർമനന്റ് ഫില്ലിങ്ങിലൂടെ നമുക്കിത് പരിഹരിക്കാവുന്നതാണ്. ഈ ഇനാമൽ എന്ന് പറയുന്നത് പല്ലിന്റെ മുകൾ ഭാഗത്ത് കാണുന്ന വൈറ്റ് കളറിലുള്ള ലെയറിനെയാണ് ഇനാമൽ എന്ന് പറയുന്നത്. അതിന് തൊട്ട് താഴെയുള്ള ലെയറിന് ഈ ലൈറ്റ് യെല്ലോ കളർ ആയിരിക്കും, അതിന് ഡെന്റിൻ എന്ന് പറയും. അതിന് തൊട്ട് താഴെയുള്ള ലെയറിനെയാണ് നമ്മൾ പൾപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൾപ്പിലേക്ക് ദന്തക്ഷയം ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെർമനന്റ് ഫില്ലിങ്ങിലൂടെ പരിഹരിക്കാൻ കഴിയില്ല. അതിലേക്ക് ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പെയിൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നെയുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ടൂത്ത് എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ എഫക്ട് ചെയ്തിരിക്കുന്ന നെർവില്, അതായത് ദന്തക്ഷയം ബാധിച്ചിരിക്കുന്ന നെർവ് കംപ്ലീറ്റ്ലി നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം അത് കൃത്യമായ രീതിയിൽ ക്ലീനിങ് കംപ്ലീറ്റ് ചെയ്ത് ഒരു പെർമനന്റ് മെറ്റീരിയൽ വെച്ച് അവിടെ ഫില്ലിംഗ് ചെയ്ത് സാധാരണ രീതിയിൽ പെർമനന്റ് ഫില്ലിംഗിലൂടെ കംപ്ലീറ്റ് ചെയ്യുന്ന പ്രൊസീജിയറാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്. റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെയിൻ ഉണ്ടാവുന്നില്ല. പക്ഷേ കട്ടിയുള്ള ഫുഡുകളൊക്കെ കഴിക്കുന്ന സമയത്ത് പല്ല് പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് പല്ല് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യാന്നുള്ളത് കൊണ്ട് കൂടി നമ്മൾ അത് പല്ല് കവർ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ പിന്നെ കുട്ടികൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം എന്ന് പറയുന്നത് സീലന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സീലന്റ് എന്ന് പറയുന്നത് ഒരു തിൻ ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് കോട്ടിങ്ങിനെയാണ് സീലന്റ് എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികൾ 6 ഇയേഴ്സിൽ അതേപോലെ തന്നെ 12 ഇയേഴ്സിൽ അവർക്ക് പെർമനന്റ് മോളാർസ് വരും. 6 ഇയേഴ്സിൽ ഫസ്റ്റ് പെർമനന്റ് മോളാർ, 12 ഇയേഴ്സിൽ സെക്കൻഡ് പെർമനന്റ് മോളാർ വരും. അപ്പൊ ഈ സമയത്ത് കുട്ടികൾക്ക് ദന്തക്ഷയം ബാധിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നമ്മൾ ക്ലീൻ ചെയ്യുന്നത് പോലെ അവരുടെ ക്ലീനിങ് കൃത്യമായ രീതിയിൽ നടക്കണമെന്നില്ല. അതുകൊണ്ട് ഈ ഫസ്റ്റ് പെർമനന്റ് മോളാറിനെയും സെക്കൻഡ് പെർമനന്റ് മോളാറിനെയും നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ദന്തക്ഷയത്തിൽ നിന്ന് നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള സീലന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനെ നമ്മൾ പിറ്റ് ആൻഡ് ഫിഷർ സീലന്റ് എന്നാണ് പറയുക. ഇതിലൂടെ നമുക്ക് കുട്ടികൾക്ക് ദന്തക്ഷയം വരുന്നതിന് തടയാവുന്നതാണ്. താങ്ക് യു. അസീം ടെക്നോളജീസ് ദോഹ ടൈംസിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ എല്ലാ സെഗ്മെന്റുകളും നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച വീണ്ടും കാണാം ഇതേ സമയം. First of its kind ever witnessed in Qatar. Commencing Al Raza Photography Studio services online now. We provide services like photo printing, photo framing, photo printing on mugs, keychains, and every other studio services possible. With an experience of over 9 years in the field. Frame your memories. Al Raza Photography. കംഫർട്ട് ഫയർ സിസ്റ്റംസ്, ഫയർ അലാം ആൻഡ് ഫയർ ഫൈറ്റിംഗ് ഉപകരണങ്ങളുടെ വിതരണം, ഇൻസ്റ്റലേഷൻ, മെയിന്റനൻസ് രംഗത്ത് ഖത്തറിലെ അവസാന വാക്ക്. കൺവെൻഷണൽ ടൈപ്പ് ഫയർ ഡിറ്റക്ഷൻ ആൻഡ് അലാം സിസ്റ്റം, അനലോഗ് അഡ്രസബിൾ ടൈപ്പ് ഫയർ ഡിറ്റക്ഷൻ ആൻഡ് അലാം സിസ്റ്റം, ഫയർ സ്പ്രിംഗ്ലർ സിസ്റ്റംസ്, ഫയർ ഹൈഡ്രന്റ് സിസ്റ്റംസ്, ഫയർ സപ്രഷൻ സിസ്റ്റംസ് തുടങ്ങി വിവിധ തരത്തിലുള്ള ഫയർ ഫൈറ്റിംഗ് ഉപകരണങ്ങൾ. കംഫർട്ട് ഫയർ സിസ്റ്റംസിന്റെ വിദഗ്ധരായ ടെക്നിക്കൽ ടീം വിവിധ ബ്രാൻഡുകളിൽപ്പെട്ട ഫയർ അലാം, ഫയർ പ്രൊട്ടക്ഷൻ ബ്രാൻഡുകളുടെ ഇൻസ്റ്റലേഷനും മെയിന്റനൻസും കാര്യക്ഷമതയോടെ കൈകാര്യം ചെയ്യുന്നു. Contact 44519947. Our sister concerns: Comfort Elevators and Escalators, Comfort IT Solutions.